ഡോക്ടർ നിസാമുദ്ദീൻ തലശ്ശേരി മലബാർ ക്യാൻസർ സെൻ്ററിലെ സർജിക്കൽ ആൻഡ് ഓൺകോളജി വിഭാഗം മേധാവി അദ്ദേഹമാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നാടിന് സമർപ്പിച്ചത്. ഡോക്ടർ നിസാമുദ്ദീനെ ഈ വേദിയിലേക്ക് ഞാൻ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ നമുക്ക് മുഖ്യ അതിഥിയായി വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജ് സുരേഷ് ബാബു അവർകളാണ്. അദ്ദേഹം നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ടിൻ്റെ ജഡ്ജി കൂടിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഫൗണ്ടർ ആയിരുന്നു. തണലിൻ്റെ ഏറ്റവും സീനിയറായ പ്രവർത്തകനായിരുന്നു. വൈസ് ചെയർമാൻ കൂടിയായിരുന്നു. തണലിൻ്റെ മാത്രമല്ല, ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ നിരവധി സാമൂഹ്യ സേവന സംരംഭങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് കഴിഞ്ഞ 3-4 പതിറ്റാണ്ടായി ഈ പ്രദേശത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച നമുക്കേവർക്കും ആദരണീയനായ മഹത് വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരിക്കലും മുന്നിൽ വരാതെ പിന്നിൽ നിന്നുകൊണ്ട് എല്ലാറ്റിനും ഒത്താശ ചെയ്യുകയും എല്ലാ നന്മക്കും കൂട്ടുനിൽക്കുകയും അതിനുവേണ്ടി ഏറ്റവും ആദ്യമായി അതിന് കോൺട്രിബ്യൂഷൻ നൽകുകയും കുട്ടികളെപ്പോലും സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ ചേർത്ത് പിടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പുന്നോലിലെ ഏതാണ്ട് എല്ലാ ഒട്ടുമിക്ക സംഘടനകളുമായും സ്ഥാപനങ്ങളുമായും ഹൃദയബന്ധം സ്ഥാപിച്ച മഹത് വ്യക്തിത്വമായിരുന്നു TM മമ്മൂട്ടി സാഹിബ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം മരണപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് തണലിങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചത്. ഏത് മേഖലയിൽ TMൻ്റെ പേരിൽ ഒരു അവാർഡ് നൽകണമെന്നതിൽ ആർക്കും തന്നെ 2 അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അത് ഏറ്റവും മികച്ച സാമൂഹ്യ സേവന മേഖലയിലുള്ള ഒരാൾക്കായിരിക്കണമെന്നത്. കഴിഞ്ഞ ഈ അവാർഡിൻ്റെ 1ാമത്തെ എഡിഷൻ നമ്മൾ നൽകിയത് തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ ഏതാണ്ട് 3 പതിറ്റാണ്ടിലധികമായി ആരുമില്ലാത്ത രോഗികളെ സ്വാന്തനിപ്പിക്കുകയും അതുപോലെ തന്നെ അപകട മരണങ്ങളിൽ മരിക്കുന്നവരെ അവരുടെ മരണാനന്തര ക്രിയകൾക്ക് നേതൃത്വം നൽകുകയും ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പോസ്റ്റ്മോർട്ടത്തിന് ഏറ്റവും അധികം ഒത്താശകൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഏതാണ്ട് 6000-ഓളം ഡെഡ് ബോഡികൾ കൈകാര്യം ചെയ്ത മാന്യ സഹോദരൻ മൊയ്തു, നമുക്കേവർക്കും സുപരിചിതനായ മൊയ്തു സാഹിബിനായിരുന്നു 1ാമത്തെ അവാർഡ്. 2ാമത്തെ അവാർഡ് നമ്മൾ കഴിഞ്ഞ വർഷം നൽകിയത് അഗതികളെ എന്നും ചേർത്ത് പിടിച്ച ശ്രീ ബാബു പാറാലിനെ ആയിരുന്നു. നമുക്കറിയാം, ബാബു പാറാൽ തെരുവോരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, കടത്തിണ്ണകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ആരോരുമില്ലാതെ ആശുപത്രിയിലെ വാർഡുകളിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വസ്ത്രവും ഭക്ഷണവും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലുമുള്ള അവരെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ബാബു പാറാലിനെയാണ് ആ 2ാമത്തെ അവാർഡ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് ഈ 3ാമത്തെ അവാർഡ് നമ്മൾ ഏറ്റവും ആദരണീയനായ സുനിൽ മങ്ങാട്ടിടത്തിന് നൽകുന്നത്. അദ്ദേഹം ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ നേതൃത്വം നൽകുന്ന പാലിയേറ്റീവ് ഇനീഷ്യേറ്റീവ് കെയർ കണ്ണൂർ പിക്കിൻ്റെ ചെയർമാനാണ്.
നിരവധി സാമൂഹ്യ സേവന സംരംഭങ്ങളിൽ ഭാഗവാക്കാണ്. അതിനപ്പുറം അതോടൊപ്പം തന്നെ പത്ര മേഖലയിലും അതുപോലെ തന്നെ പാലിയേറ്റീവ് ട്രെയിനറായിട്ടും പാലിയേറ്റീവ് വളണ്ടിയറായിട്ടും സാധാരണ എല്ലാം ഒരേ സമയത്ത് കൊണ്ടുപോകാൻ ആർക്കും സാധിക്കില്ല. പക്ഷേ ശ്രീ സുനിൽ ഒരേ സമയത്ത് തന്നെ പാലിയേറ്റീവിൻ്റെ വളണ്ടിയറാണ്. അദ്ദേഹം കാലത്ത് മുതൽ വീടുകൾ കയറി ഇറങ്ങി രോഗികളോടൊപ്പം ഉണ്ട്. ജില്ലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരെ ചേർത്ത് നിർത്തി അവർക്ക് ട്രെയിനിങ് നൽകുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികമായി അദ്ദേഹം ഈ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് അഭിമാനമായ അദ്ദേഹത്തിന് അശരണരുടെ, അവസരരുടെ, ആർത്തരുടെ, ആലംബഹീനരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീ സുനിൽ മങ്ങാട്ടിടത്തിന് TMന്റെ പേരിലുള്ള ഈ അവാർഡ് ഈ വർഷം നൽകുവാൻ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. അതിനൊരു അവസരം ലഭിച്ചതിൽ ഞങ്ങൾ തീർച്ചയായും സന്തോഷിക്കുന്നു. ആദ്യമായി ഈ ചടങ്ങിൽ നടക്കുന്നത് TMന്റെ പേരിലുള്ള അവാർഡ് കൈമാറ്റമാണ്. പ്രത്യേകം തയ്യാറാക്കിയ ശില്പവും 10,000 രൂപയും അടങ്ങുന്നതാണ് TM മമ്മൂട്ടി സാഹിബിൻ്റെ പേരിൽ തണൽ നൽകിക്കൊണ്ടിരിക്കുന്ന മികച്ച സാമൂഹ്യ സേവന അവാർഡ്. ഈ അവാർഡ് നൽകുവാൻ ബഹുമാന്യനായ ജില്ലാ ജഡ്ജ് ശ്രീ VPM സുരേഷ് ബാബു അവർകളെയും ഇത് ഏറ്റുവാങ്ങുവാൻ വേണ്ടി ശ്രീ സുനിൽ മങ്ങാട്ടിടം അവർകളെയും വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തണലിൻ്റെ 1-2 പരിപാടികൾക്ക് മുമ്പ് നിങ്ങളുടെ പ്രിയപ്പെട്ട സെക്രട്ടറി എന്നെ സമീപിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ പൊതു പരിപാടികളിൽ ഞാൻ അധികം പങ്കെടുക്കാറില്ല. ഇത്തവണ എന്നെ വിളിച്ചപ്പം പറഞ്ഞു, ഇത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ഈ വർഷത്തെ അവാർഡ് ദാനത്തിനാണ് താങ്കളെ സമീപിക്കുന്നത് പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല, ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യനായി ജീവിക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉദാത്തമായ ഒരു കർമ്മം നമുക്ക് ഭൂമിയിൽ നിർവഹിച്ചു പോകാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറാണ്. ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്ന ഒന്ന് ഉണ്ടെങ്കിൽ അവിടെ ആദ്യത്തെ സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രംഗത്തേക്ക് എത്തിച്ചത്. അപ്പോൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ ഇത്രയും വിശാലമായ വിപുലമായ പ്രവർത്തനങ്ങളുള്ള സുനിൽ മാങ്ങാട്ടിടത്തെ പോലെയുള്ള ഒരാളെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിരിക്കുന്നത്. ആ അവാർഡ് കൊടുക്കാൻ എന്നെ ക്ഷണിച്ചതിൽ തണലിനോട് എനിക്കുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുക. ഒരു കടമ എന്ന നിലയിലാണ് ഞാൻ വന്നത്, ഒരു അതിഥി എന്ന നിലയിലല്ല ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ 25 വർഷം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ ശരിക്കും അവരെയൊക്കെ നമസ്കരിക്കാൻ എനിക്ക് തോന്നും. 25 വർഷം. കാരണം നമുക്കറിയാം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രംഗത്ത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഒരുപാട് ടെർമിനൽ രോഗികളെ കൊണ്ട് ഒരുപാട് ക്യാൻസർ സെൻ്ററുകൾ, മലബാർ ക്യാൻസർ സെൻ്ററിലടക്കം അതുപോലെ അമൃത ക്യാൻസർ സെൻ്ററിൽ ഒക്കെ ഒരുപാട് ഡോക്ടർമാരുമായി ഒരു കാലത്ത് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ഭൂമിയിൽ പലരും ഈ പെയിൻ ആൻഡ് അവസാനമായി എത്തുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രംഗത്ത് അവർ ഡോക്ടർ ചെയ്യുന്ന ചില സേവനങ്ങളോട് അവരുള്ള ഒരു പ്രതികരണം
എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം മാത്രം ഞാൻ പറയും. ഒരുപാട് അങ്ങനെയുള്ള ഇൻസിഡന്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒരേ ഒരു കാര്യം മാത്രം പറയും. ഒരു പ്രായമായ ഒരമ്മ ക്യാൻസർ വന്ന് 4th സ്റ്റേജൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വല്ലാതെ ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, ഒന്നും വയ്യ. അപ്പം എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ കൂത്തുപറമ്പ് ക്രിസ്തുരാജ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അവിടെ ഡോക്ടർ എനിക്ക് തോന്നുന്നു ട്രീസയാണെന്ന് തോന്നുന്നു. ഡോക്ടർ ട്രീസ എന്ന ഗൈനക്കോളജിസ്റ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തു. അവിടെ എത്തിക്കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഇത് പിന്നെ മൂത്രം പോകാത്തതാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഴലിട്ട് ചെയ്യാം എന്ന് പറഞ്ഞൊരു വളരെ പെട്ടെന്ന്. എനിക്ക് തോന്നുന്നു ഡോക്ടർ പല പരിപാടികൾ അന്ന് ചിലപ്പോൾ ഒരുപാട് പേഷ്യൻസ് പുറത്തേക്ക് നോക്കി ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ മാറ്റി വെച്ച് ഒരു ട്യൂബ് ഇട്ട് ഒരു 3/4 മണിക്കൂറിനകം അവരുടെ ഈ വിമ്മിഷ്ടം ഒഴിവാക്കി. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് പാലിയേറ്റീവ് മെഡിസിനും സെഡേറ്റീവ്സൊക്കെ എഴുതി തന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ അമ്മ ഡോക്ടറോട് പറയാണ്, ഡോക്ടറെ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ശരിക്കും പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴേ കൂടെ നിന്ന് നമുക്കും കണ്ണ് നനഞ്ഞു. അതാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ അവർക്ക് തണലാകുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന മഹത്തായ ഒരു സംഭവമാണ്. ഒരുപക്ഷെ 1948-കളിലായിരിക്കും തോന്നുന്നു ലോകത്ത് തന്നെ ഈ സിസിലി ഡാൻസേഴ്സ് തുടങ്ങി വെച്ച ഈ പാലിയേറ്റീവ് കെയർ എന്ന പ്രസ്ഥാനം. പിന്നീട് 1980-കളോടെ ഇന്ത്യയിലും എത്തി. ഇന്നിപ്പോൾ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരുപാട് വേദനയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ, കാരണം ആത്യന്തികമായ ഒരു മനുഷ്യന് മരിക്കുന്നത് വരെ ജീവിക്കുകയാണ്. ഞാൻ പോയപ്പോഴൊക്കെ ചില ഡോക്ടർമാരൊക്കെ എന്നോട് പറയുന്നത്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് ഗിവിങ് ഇയേഴ്സ് ടു യുവർ ലൈഫ് ബട്ട് ആഡിങ് ലൈഫ് ടു യുവർ ഇയേഴ്സ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. മലബാർ എന്നൊരു ഡോക്ടർ എൻ്റെ അടുത്ത്, അന്ന് എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇക്ബാൽ ആയിരുന്നു എന്ന് തോന്നുന്നു അവിടുത്തെ HOD. അപ്പോൾ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും തീർച്ചയായും മനുഷ്യ നന്മയുടെ അവസാനത്തെ ഏറ്റവും ഉദാത്തമായ പ്രതീകങ്ങളാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവം എല്ലാ നന്മകളും കൊടുക്കട്ടെ. ഒരുപാട് പേര് പ്രസംഗിക്കാറുണ്ട്. കാരണം ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാനുള്ളതല്ല, നമുക്കറിയാം. പാലിയേറ്റീവ് കെയർ അവർ ചെയ്തു കാണിക്കുകയാണ്. മനുഷ്യ നന്മ എന്താണെന്ന് ചെയ്തു കാണിക്കുകയാണ് പാലിയേറ്റീവ് കെയർ ചെയ്യുന്നത്. അപ്പം ഇനിയും തണൽ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് മനുഷ്യരുടെ വേദനകളിൽ നിന്ന് മുക്തി നൽകുന്ന ഈ പാലിയേറ്റീവ് കെയർ രംഗത്ത് ഉന്നതങ്ങളിൽ എത്താനും വിപുലമായ രീതിയിലെത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വരുമ്പോൾ ആദ്യമൊക്കെ കാണുന്ന മുഖങ്ങളിൽ ഒരാളാണ് നമ്മുടെ സുബൈദത്ത ഉപ്പ ഇവിടെ ഇരിക്കുന്നതുണ്ട്. ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷവും ഒപ്പം ഒരു ആശങ്കയോട് കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇങ്ങനൊരു അവാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നാസർക്കോട് ഞാൻ പറഞ്ഞത്, എന്നേക്കാൾ സീനിയറായിട്ടുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനൊരു പുരസ്കാരം നൽകിയതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ തണൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്, അതിന് ബന്ധപ്പെട്ടവരോടും ഈ സ്ഥാപനത്തോടും നന്ദി അറിയിക്കുകയാണ്. മറ്റൊന്ന്, ഇത്തരമൊരു അവാർഡിന് നിമിത്തമായ ശ്രീ മമ്മൂട്ടി സാഹിബ് അവർകളാണ്. അദ്ദേഹം ചെയ്ത നന്മയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒത്തുചേർന്നതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുകയാണ്. പാലിയേറ്റീവ് കെയറിനെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ കാണുന്ന പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട്. നമ്മുടെ ഉമ്മർ കൂട്ടുമക ഉൾപ്പെടെയുള്ളവർ
എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. എടക്കാളിൽ നമ്മുടെ കരീംക, അബ്ദുൾ റഹീംക ഉൾപ്പെടെയുള്ളവരിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ അവാർഡ് വാങ്ങുമ്പോഴൊരു പ്രശ്നം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. കാരണം എന്തായാലും ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു ഉപകരണത്തിന് ഒരാളെ ആവശ്യം എന്നെ വിളി വരും. മാസത്തിൽ 2-3 പേരെങ്കിലും മിനിമം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ പാലിയേറ്റീവ് കെയറിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യങ്ങൾ വരും. അപ്പൊ ഇതൊക്കെ ഒരു വ്യക്തി എന്ന രീതിയിലല്ല ഞാൻ ചെയ്തു വരുന്നത്. നമ്മുടെ തണൽ പോലുള്ള സ്ഥാപനങ്ങൾ, ജില്ലയിലെ 60ഓളം സ്ഥാപനങ്ങൾ നമ്മുടെ പാലിയേറ്റീവ് കെയറിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരികയാണ്. ഈ പ്രദേശത്ത് ഒരു ആവശ്യം വരികയാണെങ്കിൽ അത് നിർവഹിക്കുന്നതിൽ തണലും ഈ പ്രദേശത്തുള്ള മറ്റു സ്ഥാപനങ്ങളുമാണ് സഹകരിച്ചു വരുന്നത്. അപ്പൊ ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന പ്രവർത്തനം മുഴുവൻ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം, പ്രയാസം, പാലിയേറ്റീവ് കെയറിലേക്ക് കടന്നു വരുന്ന ആവശ്യക്കാരെന്ന് പറയുന്നത് ഇവിടെ സുരേഷ് സർ സൂചിപ്പിച്ചതുപോലെ ക്യാൻസറോ മറ്റു രോഗങ്ങളുടെയോ അവസാന നാളുകളിലായിരിക്കും. പലപ്പോഴും ആ വ്യക്തി, നമ്മൾ ആലോചിച്ച് നോക്കൂ, നടന്നു പോയ മനുഷ്യൻ വീൽ ചെയറിലാണ് പിന്നെ ഹോസ്പിറ്റലിൽ തിരിച്ചു വരുന്നുണ്ടാവുക. അതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് ക്യാൻസറാണ്, മറ്റു രോഗമാണെന്ന്. സ്വന്തമായിട്ട് കൈകൊണ്ട് ഭക്ഷണം കഴിച്ച മനുഷ്യൻ പിന്നെ റൈസ് ടു വഴി ഭക്ഷണം കഴിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടാവാം. സ്വന്തമായിട്ട് പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ആ മനുഷ്യൻ ടൂർ വഴി മലമൂത്ര വിസർജനം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടാവാം. അവിടെ ആ മനുഷ്യന്റെ ശാരീരിക പ്രയാസങ്ങളോടൊപ്പം തന്നെ അദ്ദേഹം അതിനേക്കാൾ ഉപരി ചിന്തിക്കുന്നത് എൻ്റെ കുടുംബത്തിന്റെ സാഹചര്യം എന്താണ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലായിരിക്കും. അവിടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ സ്റ്റേജുകൾ കടന്ന് 4-ാമത്തെ 3-ാമത്തെ സ്റ്റേജിൽ എത്തിയവരെ നമുക്ക് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ ആ രോഗത്തിൽ നിന്ന് മാറി വരാൻ ഏറെ പ്രയാസമാണ്. അവിടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ പ്രയാസത്തിലേക്ക് പോകുന്നു, കുടുംബത്തെ ചിന്തിച്ചിട്ട് മാനസിക പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, ജോലി തുടർന്ന് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നാട്ടിൽ ഓടിച്ചാടി നടന്ന് സേവനം ചെയ്ത മനുഷ്യന്റെ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നു. ചിലപ്പോഴ് മദ്യം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, പുകവലി ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ പറയും, എന്തിനാണ് എനിക്ക് ഈ രോഗം തന്നത് എന്ന് ദൈവത്തോട് പറയുന്നുണ്ടാവാം. അങ്ങനെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹ്യമായും ആത്മീയമായും ഒരു മനുഷ്യൻ തളർന്നിരുന്നാണ് നമ്മൾ ഇവരെ അഭിമുഖീകരിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. വീടിന്റെ പണി പാതി വഴിയിലാവാം, മക്കളുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോവാം. അപ്പൊ ഇവിടെയാണ് നമ്മളൊക്കെ ചെറുതെങ്കിലുമായ ഒരു രീതിയിൽ ഇവർക്കൊരു കൈത്താങ്ങാവുകയാണ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനങ്ങൾ. 60ഓളം യൂണിറ്റുകളിൽ ഒരു സംഘടനയിൽ ഒരാളെന്ന രീതിയിൽ സുരേഷ് സർ പറഞ്ഞ കൂത്തുപറമ്പ് ക്രിസ്തുരാജ് ആശുപത്രിയുടെ സ്നേഹസ്പർശത്തിന്റെ ചെയർമാനായിരുന്നു ഞാൻ. അവിടെ സാർ പറഞ്ഞ ഡോക്ടർ ടെസ്സി ആയിരുന്നു അന്ന് സാർ കണ്ട ഡോക്ടർ. അപ്പൊ എനിക്ക് ഏറെ സന്തോഷമുള്ളത്, ഞാൻ ഏകദേശം ഒരു 2-3 മാസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്ഥാപനത്തില് ഇവിടെയുള്ള വളണ്ടിയർമാരെയും ഈ പ്രവർത്തകരെയും നേരിൽ കാണാൻ വേണ്ടി. വർഷങ്ങളായിട്ട് ഈ രംഗത്ത് ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ വളരെ സൈലന്റ് ആയിക്കൊണ്ട് ജില്ലയുടെ പല ഭാഗങ്ങളിലും നമ്മുടെ സാന്നിധ്യം അറിയിച്ച ഒരു സ്ഥാപനമാണ് തണൽ എന്ന് പറയുന്നത്. മറ്റു സംഘടനകളെ യൂണിറ്റുകളെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു സംശയമില്ലാതെ എനിക്ക് പറയാൻ സാധിക്കും, ഒരു മാതൃകാ പ്രവർത്തനമാണ് നമ്മുടെ തണൽ ചെയ്യുന്നത് എന്ന്. കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഏതെങ്കിലും ഒരു ഉപകരണം വേണ്ടി വന്നാൽ, പാലിയേറ്റീവ് കെയറിലെ രോഗികൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വന്നാൽ അവിടേക്ക് എത്തിച്ചു നൽകുന്നതും ഓടി വരുന്നതും ഇന്ന് തണലിലാണ്. ആ രീതിയിൽ നമ്മുടെ പ്രദേശത്തിന്, നമ്മുടെ നാടിന് പാലിയേറ്റീവ് കെയർ രംഗത്ത് മാതൃകയായിട്ടുള്ള ഈ സ്ഥാപനത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ നമ്മളൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം, ഈ രോഗിയുടെ അവസാന നാളുകളിലാണ്. എല്ലാ മനുഷ്യന്റെയും ആഗ്രഹം നമുക്കറിയാം, കിടന്നു പോവാതെ മരിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗികളെ നമ്മൾ ആലോചിച്ച് നോക്കൂ. അവസാന നാളുകളിൽ വന്നാൽ ചിലർ ഒരു 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ട് മരിക്കും. ചിലർ വർഷങ്ങളോളം കിടപ്പിൽ മലമൂത്ര വിസർജനം ഉൾപ്പെടെ അവിടെ ചെയ്യുന്ന രീതിയിലേക്ക്
മറ്റുള്ളവരെ ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ ദീർഘകാലം കിടക്കുന്ന രോഗികളായി മാറുകയാണ്. പാലിയേറ്റീവ് കെയറിന്റെ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്നുള്ളത് ഇവരുടെ അവസാന നാളുകളിൽ വളരെ വ്യക്തിത്വത്തോടുകൂടി ഗുണമേന്മയോടുകൂടി അവർക്ക് പരിചരണം ലഭിച്ചുകൊണ്ട് പരിചരണം ഏറ്റുകൊണ്ട് ഇവിടെ നിന്ന് വിട പറയാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. നമ്മളിന്ന് ഒരുപാട് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും അതിൽ എത്ര പേര് ഈ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇന്ന് പാലിയേറ്റീവ് കെയറിന്റെ ആവശ്യങ്ങൾ എന്തുകൊണ്ട് വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. ഇവിടെ പാലിയേറ്റീവ് കെയറിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ, നമ്മുടെ യുവാക്കൾ ഉൾപ്പെടെ, വീട്ടമ്മമാരുൾപ്പെടെ, റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുൾപ്പെടെ, ജോലി ചെയ്യുന്നവരുൾപ്പെടെ നിങ്ങളുടെയൊക്കെ സമയം ഇതിലേക്ക് 1 മണിക്കൂറോ ആഴ്ചയിൽ 1 ദിവസമോ മാസത്തിൽ 2 ദിവസമോ മാറ്റിവെക്കാൻ സാധിച്ചാൽ ഇവിടെ സുരേഷ് സാർ സൂചിപ്പിച്ചതുപോലെയാണ്. നമ്മുടെ കൂടെ ഒക്കെ ഇരിക്കുന്നവര്, നാസർക്ക് ഉൾപ്പെടെ പലരും വിദ്യാഭ്യാസ സമ്പന്നരാണ്, സാമ്പത്തിക ശേഷിയുള്ളവരാണ്, ഒക്കെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അവരോടൊക്കെ ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതകാലത്തിനിടയിൽ ഏറ്റവും സീനിയർ ഇപ്പൊ ഇവിടെ സുലഭത്തോട് ചോദിച്ചാൽ അവർക്ക് ലഭിക്കുന്ന സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ ഒന്ന് ചേർത്ത് പിടിച്ച കട്ടിലിന് അരികിലിരുന്ന് അവരോട് അല്പം സംസാരിച്ച ഏതെങ്കിലും ഒരു ഉമ്മയെയോ മകനെയോ ഏതെങ്കിലും ഒരു പേഷ്യന്റിനെ ഏതെങ്കിലും ഒരു വഴിയിൽ വെച്ച് ഞങ്ങൾ കാണും. അവർ കാണുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്ന വീട്ടിലെ വിശേഷങ്ങൾ, നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷമാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും വിചാരിക്കും നമ്മളൊക്കെ ഒരു ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിലേക്കൊന്നും എത്തിയവരല്ല, ഇടയ്ക്കൊന്ന് കുറച്ച് പാലിയേറ്റീവ് കെയർ കുറച്ച് വെച്ചാൽ എന്തോ എന്ന് ആലോചിക്കും. പക്ഷേ സാധിക്കില്ല. ഇതൊരു ലഹരിയാണ്. പാലിയേറ്റീവ് കെയർ ആണ് നമ്മുടെ ലഹരിയായിട്ട്, നമ്മുടെ സമൂഹത്തിന്റെ ലഹരിയായിട്ട് മാറേണ്ടതും നമ്മുടെ മക്കളുടെ പാഠപദ്ധതിയിലേക്ക് ഉൾപ്പെടേണ്ടതും പാലിയേറ്റീവ് കെയർ പ്രവർത്തനമാണ്. ആ രീതിയിലേക്ക് മാറാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ അല്പസമയെങ്കിലും മാറ്റിവെക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരമൊരു മാതൃകയായിട്ടുള്ള നമ്മുടെ എല്ലാവരെയും ഞാൻ ഈ നന്ദി, എനിക്ക് ലഭിച്ച ഈ ഉപഹാരത്തിന്, അവാർഡിന് ഇവിടെ എത്തിയിരിക്കുന്നവരെയും എൻ്റെ സഹോദരന്മാരും സഹോദരിയും ഒക്കെ, വീട്ടിലുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങളുടെ ഈ തണല് നമ്മുടെ പ്രദേശത്തിനും നമ്മുടെ ജില്ലയ്ക്കും മാതൃകയായി മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സ്ഥാപനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അത് തണലിൻ്റെ ഏതാണ്ട് 20ഓളം ബെഡുകൾ, തണലിൻ്റെ 20-ലധികം ബെഡുകൾ തണലിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇന്നും അത് മുഴുവൻ ബെഡുകളും ഇപ്പോഴും പുറത്താണ്. അതുപോലെ തന്നെ കോവിഡ് കാലം മുതൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് ആളുകൾക്ക് ശ്വസന സംബന്ധമായ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ, പണ്ടൊക്കെ നമ്മൾ ഓക്സിജൻ സിലിണ്ടറായിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ കൈകാര്യം ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ അത് ലഭിക്കുവാനുള്ള പ്രയാസവും അത് കൈകാര്യം ചെയ്യുവാനും അതിൻ്റെ ട്രാൻസ്പോർട്ടിങ്ങും ഒക്കെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. കോവിഡ് കാലം മുതലാണ് നമ്മളത് ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യാൻ ആരംഭിച്ചത്. 20-ലധികം യൂണിറ്റുകൾ ഇപ്പോൾ തണലിൻ്റെ കയ്യിലുണ്ട്. അതിൽ മിക്കവാറും എല്ലാ യൂണിറ്റുകളും വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള രോഗികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലത്തേക്കാൾ അധികം ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾക്ക് ആവശ്യം നേരിടുന്ന ഒരു സമയമാണിപ്പോൾ. ഒരു പ്രായം ചെന്ന ഒരു രോഗി വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഡോക്ടർ ആദ്യം ആവശ്യപ്പെടുന്നത് വീട്ടിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ സജ്ജീകരിച്ചിരിക്കണമെന്നാണ്. അപ്പോൾ ആശുപത്രി മുഖേനയും അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തുള്ള പ്രവർത്തകർ മുഖേനയും സന്നദ്ധ സേവകർ മുഖേനയും നമ്മളെ ബന്ധപ്പെട്ട് അത് നൽകിയതിനു ശേഷമാണ് പല രോഗികളെയും വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ചില രോഗികൾക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ നൽകിയാൽ 1-2 മാസങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, 3-4 വർഷങ്ങളൊക്കെ ഉപയോഗിച്ചവരുണ്ട്. ഇപ്പോഴും
ഇന്നും പോലും അതിന് 3 ആവശ്യക്കാർ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്, വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജില്ലയിലെ പല ഭാഗങ്ങളിലായി വീൽ ചെയറായും വാക്കറായും അതുപോലെ ബൈപ്പാപ്പ് മെഷീനായും സിപാപ്പ് മെഷീനായും വിപാപ്പ് മെഷീനായും അതുപോലെ ഒരുപാട് ഉപകരണങ്ങൾ, ഏതാണ്ട് 100-ലധികം രോഗികൾ ഇപ്പോൾ തണലിൽ നിന്നുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് നല്ല ഒരു സിസ്റ്റത്തിലാണ് അത് കൊണ്ടുപോകുന്നത്. ഇടയ്ക്കിടെ ആ പേഷ്യൻറ്റിൻ്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് അവരുടെ രോഗവിവരം അറിയുകയും അതിൻ്റെ ഉപകരണത്തിൻ്റെ സൂക്ഷിപ്പിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ആവശ്യം കഴിഞ്ഞ ഉടനെ അത് തിരിച്ച് വാങ്ങുവാനുള്ള നടപടികൾ എടുക്കുകയും അത് മറ്റൊരാൾക്ക് ലഭ്യമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉപകരണങ്ങളൊക്കെയും സേവന സന്നദ്ധരായ ആളുകളാണ്, സഹോദരങ്ങളാണ് തണലിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്സിജൻ കോൺസെൻട്രേറ്റർ നമുക്കറിയാം, കോവിഡ് കാലത്ത് ഏതാണ്ട് 80,000 രൂപ വരെ വാങ്ങിയിട്ടാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ അതിന് കുറച്ച് വില കുറഞ്ഞ് 50,000-60,000-ഓളം ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആവശ്യം വരുമ്പോൾ നമ്മുടെ തണലിലെ സഹകാരികളെ വിവരം അറിയിച്ചാൽ ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലിയായി അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ചേർത്ത് അത് നമുക്ക് നൽകുന്ന ഒട്ടേറെ സഹോദരങ്ങളുണ്ട്. നമ്മൾ ഏത് ഉപകരണവും അങ്ങനെയാണ് നമ്മൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ വളരെ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ അവരെ ഓർമ്മിക്കുകയാണ്. മറ്റൊന്ന്, തണലിൽ പേരിയൻ പാലിയേറ്റീവിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് മറ്റൊന്ന്. ഇന്ന് ഇപ്പോൾ 16 സഹോദരിമാർ തണലിൻ്റെ വനിതാ പാലിയേറ്റീവ് രംഗത്ത് വളണ്ടിയർമാരായി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസമാണ് അവർ സേവനം ചെയ്യുന്നത്. ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് അവർ രോഗികളെ തേടി വീടുകളിലേക്ക് ചെല്ലുന്നത്. ഏതാണ്ട് ഒരാഴ്ചയിൽ 30-35ഓളം പേഷ്യൻസിനെ അവർ സന്ദർശിക്കുകയും അത് ഒരു നല്ല പ്രൊഫഷണൽ നേഴ്സിൻ്റെ കൂടി സഹായത്തോടു കൂടി, ഞാൻ അവരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുക, സഹായത്തോടു കൂടിയാണ് ആ സേവനം നൽകുന്നത്. ചിലപ്പോൾ ഡ്രസ്സിംഗ് ഉണ്ടാവും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ബെഡ് ഷോറോ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അവർക്ക് ഷുഗർ ടെസ്റ്റിങ്ങും മറ്റ് കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ അവർക്ക് ഉപകരണങ്ങൾ ആവശ്യമുണ്ടാവും. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് വളണ്ടിയർമാർ തന്നെ ചെയ്തു കൊടുക്കുകയും അവർക്ക് മറ്റ് നിലയിൽ തണലിൽ നിന്ന് ചെയ്തുകൊണ്ട് കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തണലിനെ അറിയിക്കുകയും ഒരാഴ്ചക്കകം തന്നെ നമ്മളത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ മരുന്നായി, അതുപോലെ തന്നെ ലാബ് ടെസ്റ്റായി, മറ്റ് സ്കാനിങ് ആയി, ഇങ്ങനെയൊക്കെ വളണ്ടിയർമാർ നിർദ്ദേശിക്കുന്ന കേസുകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിന് നല്ലൊരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന നിലക്ക് ഇപ്പോൾ പേഷ്യൻ്റ് യൂണിറ്റ് സ്റ്റോറിനോട്, ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്റ്റോറിനോട് ചേർന്ന് അവരുടേതായ ഒരു ഓഫീസ് സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വനിതാ വളണ്ടിയർമാർ 16 പേരെയും അതുപോലെ തന്നെ ആദരണീയായ നമ്മുടെ സിസ്റ്റർ നഴ്സിനെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഈ നാടിനു വേണ്ടി നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യുന്ന മഹത്തായ സേവനം ഈ കഴിഞ്ഞ റമദാൻ കാലത്താണ് അത് ഏറ്റവും അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ, നോമ്പ് നോറ്റിട്ട് ചൂട് സഹിച്ചിട്ട് ആരും പുറത്തിറങ്ങാതിരുന്ന ഒരു സമയത്താണ് നിങ്ങൾ രോഗികളെ തേടി ചെന്നത്. അത് ഒരിക്കലും നമുക്ക് നമ്മുടെ നാടിന് മറക്കാനാവുകയില്ല. ഇവിടെ ബഹുമാന്യനായ സുനിൽ സാർ പറഞ്ഞതുപോലെ ഇനിയും ഒട്ടേറെ പേർക്ക് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാൻ കഴിയും. ഒരുപാട് സമയമൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ആഴ്ചയിൽ 3 മണിക്കൂർ നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ വനിതാ വിങ്ങിൻ്റെ വളണ്ടിയർ പാലിയേറ്റീവ് ടീമിനോടൊപ്പം നിങ്ങൾക്ക് ചേരാം. നിങ്ങൾ അവർക്ക് പേര് കൊടുത്താൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. സുനിൽ സാറിനെ പോലുള്ളവർ ഞങ്ങൾക്ക് ട്രെയിനിങ് തരും. ജില്ലയിലെ വ്യത്യസ്ത പാലിയേറ്റീവ് സെൻ്ററുകളിൽ നമ്മളെ വളണ്ടിയർമാരെ അയക്കുന്നുണ്ട് ട്രെയിനിങ്ങിന് വേണ്ടി. ഇങ്ങനെയൊക്കെ ചേർന്ന് നല്ല ഒരു സേവനം നാട്ടിലെ പ്രയാസപ്പെടുന്നവർക്ക് നൽകാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു ടീമിൻ്റെ തലശ്ശേരി ഭാഗത്തുള്ള അവരുടെ പ്രവർത്തനത്തോടൊപ്പം നമ്മളുടെ വളണ്ടിയർമാർ പിന്നെ സേവനത്തിന് വേണ്ടി പോകുന്നുണ്ട്. വീടുകളിൽ ആരുമറിയാതെ കഴിഞ്ഞുകൂടുന്ന മാനസിക പ്രയാസമുള്ള സഹോദരിമാരെയും സഹോദരന്മാരെയും ചെന്ന് കണ്ട് അവർക്ക് പിന്നെ സാന്ത്വനം നൽകുവാനും അവർക്ക് മരുന്ന് നൽകുവാനും സൗജന്യമായി മരുന്ന് സാമ്പത്തിക പ്രയാസമുള്ളവർക്ക് സൗജന്യമായി മരുന്ന് നൽകുവാനുമുള്ള ഒരു സംവിധാനമാണത്. ആ സംവിധാനത്തോടും ഇപ്പോൾ തണലിൻ്റെ വനിതാ വളണ്ടിയർമാർ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഹത്തായ സേവനത്തിലേക്ക്
നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഈ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിക്കാൻ വേണ്ടി ബഹുമാന്യനായ ഡോക്ടർ നിസാമുദ്ദീൻ MP അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജീവിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം അത്ര കേരളം. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം, താരതമ്യേന നല്ല ക്രമസമാധാന നില, ഇതെല്ലാം വളരെ പ്രശസ്തമായ കാര്യങ്ങളാണ്. ഉയർന്ന ആരോഗ്യ സൂചികകൾ, ഉയർന്ന സാമൂഹിക സൂചകങ്ങൾ. താരതമ്യേന മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജനങ്ങൾ, വിവിധ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ഒത്തൊരുമയോടെയും ഐക്യത്തോടെയും കഴിഞ്ഞുകൂടുന്ന ഒരു സംസ്ഥാനം. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചില കലക്കവെള്ളം ഉണ്ടാക്കാൻ ചിലരൊക്കെ ശ്രമിക്കാറുണ്ട്. എന്നാലും അവരെല്ലാം ഇന്ന് കേരളത്തിൻ്റെ മനസ്സിൻ്റെ പടിക്ക് പുറത്താണ് ഇപ്പോഴും. അതിനിടയിൽ ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽ താഴെപ്പെട്ടവർക്കും അശരണർക്കും അഭയമേകുന്ന ഇത്തരം തണൽ സെൻ്ററുകളും ഇത്തരം പാലിയേറ്റീവ് സെൻ്ററുകളും അവയുടെ ഒരു വിശാലമായ നെറ്റ്വർക്കും നമ്മുടെ കേരളത്തിലുണ്ട്. ജീവിക്കുന്ന എല്ലാത്തിനും മരണമുണ്ട് എന്ന് പറയുന്നത് പോലെ അതൊരു ദൈവിക നിയമമാണ്, അല്ലെങ്കിൽ ഒരു പ്രകൃതി തത്വമാണ്. അതുകൊണ്ട് തന്നെ മരണത്തിനും മനുഷ്യ ജീവിതത്തിൽ, ഓവറോൾ മനുഷ്യ ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. ജീവിക്കാൻ ഏറ്റവും നല്ല സംസ്ഥാനം കേരളം എന്ന പോലെ മരിക്കാനും ഏറ്റവും നല്ല സംസ്ഥാനം കേരളം അത്രേ. ജീവിക്കാൻ ഏറ്റവും നല്ല സംസ്ഥാനം കേരളമാകുമ്പോൾ മരിക്കാനും ഏറ്റവും നല്ല സംസ്ഥാനം കേരളം അത്രേ. അതിനും ഒരു കാരണമുണ്ട്. എത്ര പാവപ്പെട്ടവരായാലും ശരി, വീടില്ലാത്തവരും ഒറ്റപ്പെട്ടവരും അശരണരും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരായാലും ശരി, മരണം വരെ അന്തസ്സോടുകൂടി ഒരു ജീവിതം, ബുദ്ധിമുട്ടുകൾ അറിയാതെ, കഷ്ടപ്പാടുകൾ അറിയാതെ ഒരു ജീവിതം ഏത് അസുഖത്തിൻ്റെ ഇടയിലും നയിക്കാൻ ഇത്തരം പാലിയേറ്റീവ് സംരംഭങ്ങൾ മനുഷ്യനെ സഹായിക്കുന്നു. കേരളീയരെ സംബന്ധിച്ചിടത്തോളം പാലിയേറ്റീവ് കെയർ പ്രവർത്തനം എന്നൊരു സാമൂഹിക പ്രവർത്തനമാണ്. അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ ഇന്നത് ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിലെ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് അന്താരാഷ്ട്ര തലത്തിലും അംഗീകാരവും റെക്കഗ്നീഷനും കിട്ടിയിട്ടുണ്ട് എന്നതിന് ഉദാഹരണമാണ് ഏതാനും വർഷങ്ങൾക്ക് മുന്നേ സിംഗപ്പൂർ ബേസായിട്ടുള്ള ഒരു ലയൺ ഫൗണ്ടേഷൻ നടത്തിയൊരു പഠനത്തിൽ 40 രാജ്യങ്ങളിലെ പാലിയേറ്റീവ് പ്രവർത്തനത്തെ അവലോകനം ചെയ്ത് നടത്തിയൊരു പ്രവർത്തനത്തിൽ അവർ കേരളത്തിലെ പാലിയേറ്റീവ് മാതൃകകളെ പ്രത്യേകം പ്രശംസിക്കുകയുണ്ടായി. ക്യാൻസർ ബാധിച്ച് മലബാർ ക്യാൻസർ സെൻ്ററിൽ ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്കെത്തുന്ന എല്ലാ രോഗികൾക്കും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ചികിത്സകൾ ചെയ്യാൻ എപ്പോഴും സാധിച്ചോളണമെന്നില്ല. പലരും വളരെ പ്രായം ചെന്നവരായിരിക്കാം, പല ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ക്യാൻസർ വളരെ കൂടിയ സ്റ്റേജിലായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ അവരുടെ അസുഖം ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജിന് അപ്പുറത്തായിരിക്കാം. ക്യാൻസറിൻ്റെ സ്റ്റേജ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി കൊണ്ടോ മറ്റ് അവസ്ഥകൾ കൊണ്ടോ. ഇത്തരം സാഹചര്യങ്ങളിൽ അവരെ നിരാശരാക്കാതെ ഞങ്ങൾക്ക് പറയാൻ കഴിയും എന്ത്, അസുഖം ചികിത്സിച്ച് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് മരണം വരെ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ഒരു അന്തസ്സുള്ള ജീവിതം നൽകാൻ, നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ തയ്യാറായ ഒരു വിഭാഗം ആളുകൾ സ്ഥാപനത്തിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും അതേപോലെ
രോഗികൾക്കും വളരെ വലിയ ആശ്വാസമാണ് അത്തരം സന്ദർഭങ്ങളിൽ ലഭിക്കുന്നത്. കാരണം MCC പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള രോഗികളെ അഡ്മിറ്റ് ചെയ്ത് കിടത്തി ചികിത്സിക്കാൻ സാധിക്കുകയില്ല. കാരണം MCCയിൽ രോഗികൾക്ക് സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ആളുകളിൽ അതെല്ലാം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യം. പാലിയേറ്റീവ് കെയർ ആവശ്യം വരുന്ന രോഗികളെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ അവിടെ സാധിക്കുകയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യത്തിൽ തണൽ പോലുള്ള പാലിയേറ്റീവ് സംരംഭങ്ങൾ ഞങ്ങൾക്കും അതുപോലെ രോഗികൾക്കും വളരെ വലിയ ആശ്വാസമാണ്. കേരളത്തിൽ എങ്ങനെ ഇത്തരം പാലിയേറ്റീവ് സംരംഭങ്ങൾ ഒരുപാട് ഈ സംരംഭങ്ങളെല്ലാം നടക്കുന്നത് വളരെയധികം വോളണ്ടിയേഴ്സ്, ഒരുപാട് പാലിയേറ്റീവ് വോളണ്ടിയർമാരുടെ പ്രതിഫലം അർഹിക്കാതെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇടതടവില്ലാതെ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പം ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചില പഠനങ്ങൾ ചില ആളുകൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് എല്ലായിടത്തും നടക്കുന്ന കാര്യമില്ല. കാരണം പ്രത്യേകിച്ച് ഇക്കാലത്തെ ചില ആധുനിക തത്വശാസ്ത്രങ്ങൾ ഇന്ന് നമ്മുടെ ലിബറലിസത്തിൻ്റെയും ഇൻഡിവിജ്വലിസത്തിൻ്റെയൊക്കെ കാലമാണ്. വ്യക്തികൾ അവരിലേക്ക് ഒതുങ്ങുന്ന, തനിക്ക് താൻ മതി എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് പുറത്തുള്ളത്. തൻ്റെ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന പ്രായമുള്ള സ്ത്രീ, ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമുള്ള സ്ത്രീ അവരുടെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് കിടന്ന് മരിച്ചാൽ അവരുടെ മൃതദേഹം സംസ്കരിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട്. അതേപോലെ റോഡപകടത്തിൽ പരിക്കേറ്റ് രക്തം വാർന്ന് റോഡിൽ കിടക്കുന്ന വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോൾ ഉത്തരവാദിത്തത്തെ മറക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും വളർന്നു വരുന്നത്. അത്തരക്കാരാണ് പല സമൂഹങ്ങളിലും ഇന്ന് മെജോറിറ്റി. അപ്പം ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇത്തരം പാലിയേറ്റീവ് സെൻ്ററുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ധാരാളം വോളണ്ടിയർമാർ മുന്നോട്ട് വരുന്നത്. ഇവിടെ 25 വർഷം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വോളണ്ടിയർ ചെയ്ത ഒരു സഹോദരി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ സഹോദരി ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. അവർ മറ്റെല്ലാവർക്കും പ്രചോദനമാണ്. മനുഷ്യൻ്റെ ഈ ചിന്താഗതികൾ മാറും, കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യ ചിന്താഗതികൾ മാറും. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശത്തും മനുഷ്യനൊരു പ്രത്യേക വേൾഡ് വ്യൂ ഉണ്ടാവും, ഒരു ലോകവീക്ഷണം ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതെല്ലാം. വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വച്ചിരിക്കുന്ന ഒരു കണ്ണടയോടെ സങ്കല്പിക്കാം. അതായത് ഈ കണ്ണട കാണിച്ചു തരുന്ന കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ കണ്ണടയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കണ്ണടയിൽ കൂടെ ഈ വേൾഡ് വ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ നമ്മുടേതാണെന്ന് ശരിയാണെന്ന് കരുതി ചെയ്യുക, പ്രവർത്തിക്കുക. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല പുതിയ പ്രത്യയശാസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് ഉയർന്നു വരുന്നതും അതിൻ്റെ അനുരണനങ്ങളും ഏതാനും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് ലിബറലിസം, ഇൻഡിവിജ്വലിസം തുടങ്ങിയ വ്യക്തികളിലേക്ക് ഒതുക്കുന്ന പ്രസ്ഥാനങ്ങളും അതേപോലെ ധാർമ്മിക മേഖലയിൽ പറയുകയാണെങ്കിൽ എല്ലാ സമൂഹങ്ങളിലും ഒന്നായി മനസ്സിലാക്കിയിരുന്ന 4 കാര്യങ്ങളാണ് ലൈംഗികത, പ്രത്യുൽപാദനം, വിവാഹം, ധാർമ്മികത എന്നിവ. ലൈംഗികത, പ്രത്യുൽപാദനം, വിവാഹം, ധാർമ്മികത. മനുഷ്യന്റെ ലൈംഗികത എന്നത് പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടാണ്. ഈ ലൈംഗികത നടക്കേണ്ടത് വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ പ്രത്യുൽപാദനത്തിനും ദാമ്പത്യ ബന്ധം നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് ലൈംഗികത ഉള്ളത്. ഈ വിവാഹത്തിന് പുറത്തുള്ള ലൈംഗികത അധാർമികമാണെന്നാണ് ഇതുവരെയുള്ള സമൂഹങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ പാശ്ചാത്യ ലോകവീക്ഷണത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരിക്കുന്ന ഒരു ചിന്താഗതിയാണ് ഈ 4 കാര്യങ്ങളെയും വ്യത്യസ്തമാക്കി
ലൈംഗികത, പ്രത്യുൽപാദനം, വിവാഹം, ധാർമ്മികത, ഇതെല്ലാം വ്യത്യസ്തമായപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യൻ്റെ പ്രയോറിറ്റീസ് മാറി. ലൈംഗികത എന്നത് പ്രത്യുൽപാദനവുമായി ബന്ധമില്ലാത്ത, അതും ചേർത്ത് മനസ്സിലാക്കാത്ത മറ്റെന്തോ ആയി മാറി. ലൈംഗികതയും വിവാഹവും തമ്മിൽ ബന്ധമില്ല, അതും മറ്റെന്തോ ആയി മാറി. ധാർമ്മികതയെ ഇവിടെയൊന്നും അടുപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. ധാർമ്മികത പുറത്തുള്ള മറ്റെന്തോ ആണ്. ലൈംഗികത വേറെ, വിവാഹം വേറെ, പ്രത്യുൽപാദനം വേറെ. അങ്ങനെയായപ്പോൾ വിവാഹത്തിന് പുറത്തുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെ മറന്നിട്ട് ഓരോരോ പുതിയ അവകാശങ്ങളെ ചോദിച്ചു വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. വിവാഹത്തിന് പുറത്തുള്ള ലൈംഗികതയും സ്വവർഗ ലൈംഗികതയെല്ലാം അവൻ്റെ അവകാശമായിട്ട് മാറി. ഉത്തരവാദിത്തങ്ങളെല്ലാം അവൻ മറന്നു. ഇത്തരം വീക്ഷണങ്ങൾ ഒരു വശത്ത് മനുഷ്യാവകാശങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന് വേണ്ട സാമ്പത്തിക സൈനിക സഹായങ്ങളും ചെയ്യാനും അതിനെ ന്യായീകരിക്കാനും അവർക്ക് വേണ്ട പരിരക്ഷ കൊടുക്കാനും ഈ മനുഷ്യാവകാശത്തിൻ്റെ വക്താക്കൾക്ക് സാധിക്കുന്നു എന്നിടത്താണ് ഇതിൻ്റെ ഹിപ്പോക്രസി നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഈ ലോകവീക്ഷണം, ഈ പ്രത്യേക തരത്തിലുള്ള ലോകവീക്ഷണം ആണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ സ്വാധീനിക്കുന്നതും ഇത്തരമൊരു ലോകവീക്ഷണം ആണ് നമ്മുടെ നാട്ടിലേക്കും കയറ്റുമതി ചെയ്യപ്പെടുന്നതും. ഇത് സൃഷ്ടിക്കുന്ന ഒരു സാംസ്കാരിക കോളനിവൽക്കരണം നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട്. ചില വാർപ്പ് മാതൃകൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു പറ്റം ആളുകളെ ഈ ലോകവീക്ഷണം സൃഷ്ടിക്കുകയും അവരുടെ പാശ്ചാത്യ യജമാനന്മാർ പാശ്ചാത്യ യജമാനന്മാർക്ക് വേണ്ടി അവരുടെ അജണ്ടകളെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി വ്യത്യസ്തമായൊരാശയം നമ്മുടെ നാട്ടിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് സ്വന്തം ലോലുപതയ്ക്കും സുഖാനുഭൂതികൾക്കും മാത്രമായി ജീവിക്കാത്ത മറ്റുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവരുന്നതിൽ കേരളത്തിൽ ഇത്തരം പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങൾ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ യുവതലമുറയെ ഞങ്ങളെല്ലാം കാണുന്ന മറ്റൊരു പ്രശ്നമാണ്, നമ്മുടെ യുവതലമുറയെ ബാധിക്കുന്ന വളരെ വലിയ മറ്റൊരു പ്രശ്നമാണ് മയക്കുമരുന്നിൻ്റെ വ്യാപനം. അപ്പോൾ ഈ ഞാൻ സൂചിപ്പിച്ച പോലെ ചില വികല വീക്ഷണങ്ങളോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന തൊഴിലില്ലായ്മയും ഇത്തരം മയക്കുമരുന്ന് പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെയധികം നമ്മുടെ യുവത്വത്തെ മയക്കുമരുന്നിന് അടിമയാക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. ഈ തണൽ പോലുള്ള പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങൾക്ക് ഇത്തരം മേഖലകളിലും മയക്കുമരുന്നിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണത്തിലും ഡി അഡിക്ഷൻ പ്രവർത്തനങ്ങളിലുമെല്ലാം കൂടുതൽ വഹിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ നാട്ടിലെ പാലിയേറ്റീവ് സംരംഭം ഒരു കർത്തവ്യമായി കണക്കാക്കി ജനങ്ങൾക്ക് വേണ്ടി സമയവും ആരോഗ്യവും സമ്പത്തും ചെലവഴിക്കുന്ന ഈ തണലിൻ്റെ പ്രവർത്തകരെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. അതോടൊപ്പം ഇവിടെ തണലിൻ്റെ അവാർഡ് ഏറ്റുവാങ്ങിയ ശ്രീ സുനിൽ മങ്ങാട്ടിടത്തിന് പ്രത്യേക അനുമോദനം അർപ്പിക്കുന്നു. തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിൻ്റെയും പേഷ്യൻ്റ് എയ്ഡ് യൂണിറ്റ് സ്റ്റോറിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. സേവനങ്ങളിലൂടെ ആരംഭിച്ച് പിന്നീട് അത് നാടകത്തിലുള്ള അവാർഡ് വിതരണമാണ്, അവാർഡ് ദാനമാണ് നിർവഹിക്കുന്നത്. അഭയ ഫൗണ്ടേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ് AP അജ്മൽ. അഭയ ഫൗണ്ടേഷൻ കഴിഞ്ഞ 7 വർഷത്തോളമായി ഏതാണ്ട് 13,000-ലധികം ക്യാൻസർ രോഗികളെ മലബാർ ക്യാൻസർ സെൻ്ററിലെത്തുന്ന
ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി താമസവും ഭക്ഷണവും അവർക്ക് ആശുപത്രിയിലേക്കും തിരിച്ചുമുള്ള യാത്രയും തീർത്തും സൗജന്യമായി നൽകുന്ന വളരെ മഹത്തായ ഒരു സേവനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അഭയ ഫൗണ്ടേഷൻ. തണലിൻ്റെ ചില ട്രസ്റ്റ് മെമ്പർമാർ ആ ട്രസ്റ്റിലും അംഗങ്ങളാണ്. വളരെ ആദരപൂർവ്വം സുബൈദ നാലകത്തിനെ ക്ഷണിക്കുന്നു അവാർഡ് ഏറ്റുവാങ്ങാൻ, അവാർഡ് നൽകാൻ വേണ്ടി AP അജ്മൽ അവർകളെയും. വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട അതിഥികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മിലേവരിലും കാരുണ്യവാനായ പടച്ച തമ്പുരാൻ്റെ രക്ഷയും സമാധാനവും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വ്യക്തിപരമായി വലിയ ആത്മനിർവൃതിയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ ഒരു ആത്മനിർവൃതിയുടെ ഒരു കാരണം പുന്നോലിൻ്റെ ആശാകേന്ദ്രമായ പുന്നോലിൻ്റെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി വ്യത്യസ്തങ്ങളായ പരിപാടികൾ, പ്രവർത്തനങ്ങൾ, സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തണൽ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നു എന്നതിലാണ്. രണ്ടാമത്തെ സന്തോഷം അല്ലെങ്കിൽ രണ്ടാമത്തെ ആത്മനിർവൃതി എന്ന് പറയുന്നത് സുബൈദ നാലകത്തിനെ പോലെയുള്ള 25 വർഷത്തിലധികമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ കൈകൾ കൊണ്ട് അവാർഡ് നൽകുവാൻ സാധിച്ചു എന്നതിൽ ആത്മനിർവൃതിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിജീവനം എന്ന് പറയുന്നത് ഒരു കലയാണ്. ആ ഒരു കലയിലെ വ്യത്യസ്തങ്ങളായ റോളുകൾ അഭിനയിക്കുന്ന അല്ലെങ്കിൽ റോളുകൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാരാണ് ഞാനും നിങ്ങളും. ആ കലാകാരന്മാരിൽ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചവരാണ് ഇവിടെ വേദിയിലിരിക്കുന്നത്. സദസ്സിലിരിക്കുന്ന പലരും ആ അർത്ഥത്തിലുള്ളവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത്തരത്തിൽ ആ ഒരു പ്രവർത്തനം നമ്മൾ നിർവഹിച്ചേ മതിയാകും. കാരണം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ ഒരു തവണ മാത്രമുള്ളതാണ്. നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. സുബൈദ നാലകത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ, ഈ പ്രായം ചെന്ന ഒരു സ്ത്രീ, ഞാൻ അവരെ പരിചയപ്പെടുന്നത് ഇവിടെയുള്ള പുന്നോൽ പെട്ടിപ്പാലം മാലിന്യ വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട ആ ഒരു വേദിയിൽ വെച്ചാണ് ആദ്യം. പിന്നീടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. നമ്മളത് മനസ്സിലാക്കേണ്ടത്, സാങ്കേതികമായി പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അദ്ദേഹം ആരംഭിച്ച ഒരു പ്രവർത്തനം ഈ നൂറ്റാണ്ടിലും തുടരുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രായത്തിലും ജീവിതത്തിന്റെ വലിയൊരു ഭാഗം, 25 വർഷം എന്ന് പറയുന്നത് മനുഷ്യ ആയുസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായമാണ്. ആ ഒരു 25 വർഷം മനുഷ്യരെ നിരന്തരമായി സേവിക്കുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ മഹത്തായ ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടത്. കാരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന പലർക്കും അറിയാം, ഈ പ്രവർത്തനങ്ങൾ ആരും കൂടുതൽ കാലം തുടരാറില്ല. പല കാരണങ്ങളാൽ പലരും മുന്നോട്ട് വരും, പാതി വെച്ച് തിരിച്ചു പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. പല പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും തുടക്കത്തിൽ വളരെ ആവേശവും പിന്നീട് ആവേശക്കുറവൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, സാങ്കേതികമായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് സുബൈദ നാലകത്ത് എന്ന് പറയുന്ന പ്രിയങ്കരിയായ നമ്മുടെ സ്ത്രീ, ഇവർ നിർവഹിച്ച ഈ ഒരു പ്രവർത്തനത്തെ നമ്മൾ അങ്ങേയറ്റം പ്രശംസിക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത് കേവലമായ ആരിലെങ്കിലും ഒരാളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. ഇത്തരം പരിപാടികളിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ മറ്റു പലരിലും മറ്റു മനുഷ്യരിലേക്ക് കൂടുതൽ പരക്കേണ്ടതുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ഭൂമിയിൽ നമ്മൾ മനുഷ്യരെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പ്രതിനിധി എന്ന സ്വഭാവത്തിലാണ്. ആ അർത്ഥത്തിൽ ദൈവത്തിന്റെ കാര്യം നമുക്കറിയാം, ദൈവത്തിന്റെ പേര് പോലും കാരുണ്യം എന്ന പേരിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആ ഒരു കാരുണ്യം സമൂഹത്തിലേക്ക് പകർന്നു നൽകേണ്ട വലിയ ഉത്തരവാദിത്തം നമുക്ക് ഏവർക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മനുഷ്യരിൽ
ഒരുപാട് പിശാചുക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യനെ ഏറ്റവും താഴ്ന്നാൽ പിശാചിനോളം താഴുവാനും ഏറ്റവും ഉയരത്തിൽ മാലാഖയോളം ഉയരുവാനും സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പത്രങ്ങൾ അല്ലെങ്കിൽ മീഡിയകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് പിശാചുക്കളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്വന്തം മക്കളെ കൊല്ലുന്ന, സ്വന്തം അമ്മമാരെ കൊല്ലുന്ന, സ്വന്തം ഇണകളെ കൊല്ലുന്ന അങ്ങനെ ഒരു സാമൂഹിക അവസ്ഥയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് മനുഷ്യരിലെ മാലാഖമാരായി മാറുന്ന സുബൈദ നാലകത്തിനെ പോലെയുള്ള ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നത്. ഇതൊക്കെ നമ്മൾ നമ്മുടെ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കുകയും പുതിയ തലമുറയെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. രോഗി സന്ദർശനത്തിലും രോഗികളെ പരിചരിക്കുന്നതിലൊക്കെ തന്നെ നമ്മൾ മാത്രം നമ്മുടെ സമയങ്ങൾ വിനിയോഗിക്കുക എന്നതിനപ്പുറം നമ്മളെ കൂടെ നമ്മുടെ മക്കളെയും കൈപിടിച്ചുകൊണ്ട് അവർക്കും മാതൃകയാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവേണ്ടതുണ്ടെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിലും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അവാർഡുകൾ ഏറ്റുവാങ്ങിയ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. തണൽ ഫൗണ്ടേഷന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തന്നെ അല്ല നമ്മുടെ പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗികളെ സന്ദർശിക്കുമ്പോണ്ടല്ലോ അവരെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം പറയാനുണ്ടാവും നമ്മളോട്. നമ്മളത് കേട്ടിരിക്കുകയും അവരൊക്കെ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ അവരെ സന്തോഷമുണ്ടല്ലോ. നമ്മളോട് ചിലപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വരുമ്പം തന്നെ വീട്ടിൽ നിന്ന് വരുമ്പം തന്നെ ആയിരിക്കും ഡോക്ടർ ഇല്ലെങ്കിലും വളണ്ടിയേഴ്സ് ഉണ്ടാണ്. കാരണം നമ്മളോടാണ് അവർക്ക് കൂടുതൽ എളുപ്പം. അവരോട് നമ്മളാണ് സമാധാനിപ്പിക്കുന്നത്. എന്താ വേണ്ടത്? ഒരു സ്റ്റേനടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു സുഹൃത്താ നമുക്ക് വിചാരിച്ചൂടാ, നമ്മൾ മരിച്ചാൽ കാണിക്കേണ്ട മുഖയില്ലേ, എൻ്റെ ഉമ്മാൻ്റെ ക്യാൻസർ വന്നിട്ട് കണ്ണിലേക്ക് വരെ എത്തി, എന്താ ചെയ്യേണ്ടി സുഹൃത്താ, അങ്ങനെയില്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. പിന്നെ ഒരനുഭവം നമുക്ക് കഴിയുന്നത് സമാധാനിപ്പിക്കും. പിന്നെ ഒന്ന് പറഞ്ഞാൽ ഈ വയറ്റിൽ ക്യാൻസർ വന്നിട്ട് മഴയായിട്ട് ലാസ്റ്റ് മരിക്കാൻ നേരത്തായിരിക്കും പൊട്ടലും മരണം. ആ മരിക്കുന്ന സമയത്ത് വയറ് വല്ലാണ്ട് വീർക്കും. അത് അധികം വീട്ടുകാർക്ക് പേടിയാവും എന്താണെന്ന് വെച്ചിട്ട്. അങ്ങനെ രാത്രി ഇപ്പം പിന്നെയും രാത്രിയെല്ലാം എടുക്കുന്നുണ്ട്. കുറേ മുമ്പൊന്നും തലശ്ശേരിയിലൊന്നും രാത്രിയൊന്നും മയ്യത്തെടുക്കില്ല. ആ സമയത്ത് തന്നെ വിളിക്കാൻ വരുന്നത് ഒരു 9:30 മണിക്ക്. ഉപ്പാണെങ്കിലും സമ്മതിക്കില്ല, നീ പകലെല്ലാം കേടെ വിളിക്കുമ്പോൾ ഓടുന്നു, രാത്രി പോലും നീ ഇങ്ങനെ മയ്യത്ത് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അതിന് മാത്രം തടസ്സം പറയുന്നത്, ഇത് എല്ലാവർക്കും നിങ്ങളൊരു മഹലിലുള്ള എല്ലാവരും കുറ്റക്കാരായി പോകും, എന്നെ അതിന് വിടണോ അയച്ച് നോക്കുമ്പോൾ അവർക്ക് എന്താ പേടിയെന്നറിയോ, നേരം വെളുക്കുമ്പോൾ ഇത് വയറ് പൊട്ടിപ്പോകുമെന്നുള്ള ആ പേടി കൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. എന്താ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ അവരോട് ഇരുത്തി സമാധാനിപ്പിച്ചു. മരിച്ചു കഴിഞ്ഞില്ലേ, ഇനി ഒന്നും വരാൻ പോകുന്നില്ല. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചാലും പിന്നെ രാവിലെ എടുക്കാനായി. അങ്ങനെയുള്ള ഒരനുഭവം. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു സ്കിന്നിൻ്റെ റേഡിയേഷൻ ചെയ്തിട്ടാ എല്ലാ സ്കിന്നിനും ക്യാൻസർ ഉണ്ടോയെന്നറിയില്ല. മേലിൽ അങ്ങനെ തൊലി പൊടിഞ്ഞു നോക്കും. ഈ മേലത്തിട്ട ഡ്രസ്സെല്ലാം കഴിക്കുമ്പോൾ അങ്ങനെ പോകും. വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് ഹോസ്പിറ്റലിൽ വലിക്കും. 2 കല്യാണം കഴിക്കാത്ത കുട്ടികളുണ്ട്, പെൺകുട്ടികൾ. മൂത്ത മോനാന്ന് ജോലിക്ക് പോകാണ്ട് മണി നോക്കിയിരിക്കുന്നത്. നമുക്ക് തന്നെ ഭയങ്കര സങ്കടമാവും ഇവരിത് കാണുമ്പോൾ. ഒരു ദിവസം ഡോക്ടർ എൻ്റെ ഫ്രണ്ട് പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ആളാന്ന് ഒരു കാര്യത്തിനും പുറത്ത് പറയാൻ പറയൂല, സമ്മതിക്കില്ല. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു മരുന്നും കാര്യങ്ങളല്ലോ, എന്നാൽ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ തന്നൂടെ. പിന്നെ എൻ്റെ മോനിക്ക് ജോലിക്ക് പോകാൻ വേണ്ട എന്നെ നോക്കിയിരിക്കുന്നത്. ഭർത്താവുണ്ട്, അവർക്ക് ലാസ്റ്റ് ഒരു കട്ടുകാരനായിരുന്നു. അവർക്ക് ലാസ്റ്റ് മാനസികമലായിട്ട് അതും പോകാൻ കഴിയുന്നില്ല. അയാളും വീട്ടിലിരിക്കുന്നു. ആ സമയത്ത് തന്നെ ഡോക്ടർ വിളിച്ചിട്ട് വന്ന് സുവേദ നമുക്കെന്താ ചെയ്ത് നോക്കണം. അപ്പോൾ ഉള്ളത് നമ്മളപ്പം തന്നെ കൊടുത്ത് അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനോട് ഞാൻ നിർത്തൂല. എനിക്ക് എത്ര പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ചക്ക് തന്നെ നല്ലൊരു വലിയ കിറ്റുമായിട്ട് വീട്ടിലെത്തി അവിടെ കോലയിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നു. എൻ്റെ കുടുംബക്കാരോട് പറഞ്ഞ് വാങ്ങിച്ചിട്ടാണ്. അപ്പം ഞാനവിടെ എത്തുമ്പോൾ അവർ ഡോക്ടറെ അടുത്ത് വന്നിട്ട് എന്നെയും കാത്തിരിക്കുന്നു. ഡോക്ടർ സുവേദാന കാണണമെന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കുന്ന പോകാണ്ടിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞ വാക്കത് ഇവർ പറഞ്ഞില്ലേ, ജഡ്ജി പറഞ്ഞ പോലെ തന്നെ ഉള്ള വാക്കാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ നീറായി സന്തോഷിപ്പിച്ച പോലെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ചില ആ ഭക്ഷണം സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. സത്യം ഞാനിങ്ങനെ ഞാനിങ്ങനെ ഒന്ന് ഞെളിഞ്ഞിപ്പോയി കേട്ടപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർക്ക് നമുക്ക് ഇതിന് ഇറങ്ങണം,
ഇവർ ഇത്രയും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിൽ സാമ്പത്തികമായിട്ട് അവർ വിഷമിച്ചു. ഈ രോഗം കൊണ്ട് ഒരുപാട് പൈസ വേണമല്ലോ. അങ്ങനെയാണ് നമ്മൾ മുന്നിട്ടൊന്ന് ഇറങ്ങുന്നത്. മോളെ മഹമൂദ്ക്ക ഉമ്മർക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കനുവിൻ്റെ അതിനെ ഇന്നും 50-60ഓളം പേഷ്യൻസിന് നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണ കിറ്റ് കൊടുക്കുന്നുണ്ട്. മറ്റേ ഇത് എന്താ ഇതിൻ്റെ ട്യൂബെല്ലാം അല്ല മറ്റുള്ള ഇങ്ങനെയുള്ള സഹായങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഈ റേഡിയേഷൻ ഇവരെ ഞാൻ പറഞ്ഞില്ലേ സ്വർഗം കൊടുക്കട്ടെ എന്ന് പറഞ്ഞേ, ലാസ്റ്റ് സ്റ്റേജിലെല്ലാം കാണാൻ പറ്റുന്നില്ല. മരിക്കുന്ന 2 ദിവസം മുന്നേ നമുക്ക് ഫോണായിരുന്നു ഇങ്ങനെ വന്ന സീരിയസ് ആണ്. ഞാൻ ഡോക്ടറെ ചെന്ന് നോക്കുമ്പോൾ ഒരു ടവൽ എന്ന് പറയണം, ആ ടവൽ മാത്രം മുമ്പിലിട്ടിട്ടിരിക്കുന്ന ഒരു രോഗിനികൾ ചിന്തിച്ചു നോക്കുക. സങ്കടം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല. ഇവർ നിലവിളിക്കുക, കൈ രണ്ടും ബാക്കിൽ കുത്തിയിട്ട് ഇരുന്നിട്ട് വേറെ ശരീരത്തിലൊന്നും ഇട്ടുകൂടാ. കുറേ സമയം നമ്മളവിടെ ഇരുന്ന് പിന്നെ വരേണ്ട എന്താ പറ്റേ 2ാമത്തെ ദിവസം മരിച്ചതിന് തന്നെ ഇവരെന്നെ വിളിക്കുന്നു ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് കരുതിയിട്ട് തന്നെ പോയി. ഞാൻ വെച്ചാൽ അത് ആ മയ്യത്തും കൂടി ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം. പിന്നെ പോയപാടെ തന്നെ ഞാൻ മക്കളെയും വിളിച്ചു, ഉമ്മ എന്തെങ്കിലും നിങ്ങളോട് ഓസിയിട്ട് പറഞ്ഞോ? ആ സുഹൃത്താ നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം കാർ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ. കാരണം അത് പിന്നെ പലയിടത്തൊത്തുമല്ല. ഞാൻ പറഞ്ഞു മോളെ ഞാൻ അതിന് തയ്യാറായിട്ട് വന്നത്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കൂലേ, ഞാൻ ചെയ്തു തരുമോ? ആന്ന് പറഞ്ഞു. നേരെ കുറച്ച് പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം നോക്കിയാൽ ആ മയ്യത്ത് കുളിപ്പിക്കാൻ എനിക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല. വളരെ ആറി ഉണങ്ങിയിട്ടുണ്ടായത്. ഇങ്ങനെയുള്ള പല അനുഭവങ്ങളാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അവർക്കാണെങ്കിൽ അവരെ സന്തോഷം തൃപ്തിയും കാണുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയ അതല്ലേ. പിന്നെ ബാക്കി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹലേക്കും എല്ലാവർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിൽക്കട്ടെ. ഇനി ഇത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ പുന്നോളിലുള്ള ആരെങ്കിലും പേഷ്യൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു മരിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിക്കണമെന്ന് ഞാൻ പറയൂ. വിളിച്ചോ, ആ ട്യൂബെല്ലാം ഞാൻ മാറ്റി കൊടുക്കും. ട്യൂബ് മാറ്റി കൊടുക്കുക ഒരു പ്രയാസമൊന്നുമല്ല. എന്നിട്ട് ഞാൻ ഐഡിയത്തുള്ളവരോടെല്ലാം പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇന്ന പോലെ ചെയ്യേണ്ടത്. ഒരു മടിയില്ല, ഏത് സമയത്തായാലും വിളിച്ചാലും ഇപ്പോഴും തയ്യാറാണ്. പിന്നെ ഇനി അവരോട് തന്നെ പോയാലും അത് ഡോക്ടറെ കാണേണ്ടതാ നേഴ്സിനെ കാണേണ്ടതാ എന്നവരടുത്ത് പറഞ്ഞു കൊടുക്കുകയും അവരയക്കുകയും പിന്നെ അവരെ അഡ്രസ്സ് എല്ലാം പറയുന്ന ചെറിയ കൊടുക്കുകയും നോക്കട്ടെ. അസ്സലാമു ഗ്രഹീതമായ ഒട്ടേറെ പ്രാർത്ഥനകൾ ലഭിക്കുന്ന ഒരു പരിപാടിയായി ഇത് മാറിയിട്ടുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ നേരത്തെ ഡോക്ടർ നിസാമുദ്ദീൻ സാർ പറഞ്ഞതിൻ്റെ ഒരു കാര്യം പറയുകയാണ്. തണൽ ഈ ഡി അഡിക്ഷൻ മേഖലയിൽ കൂടി തണൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മേഖലയിലുള്ള അഡിക്റ്റുകളായ ആളുകളെ കണ്ടെത്തി അവരെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ എത്തിക്കുകയും ഡി അഡിക്ഷൻ ക്യാമ്പുകളിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊട്ടേറെ ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പലരും ചിലരൊക്കെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിട്ടുമുണ്ട്. ചില ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ തണലിൻ്റെ പ്രവർത്തനങ്ങൾ നേരത്തെ സമയക്കുറവ് കൊണ്ട് മുഴുവൻ പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങളൊക്കെയും വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത രീതിയിൽ തണലിനെ അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിചയപ്പെടുത്തൽ നേരത്തെ മുതലാതിരുന്നതാണ്. ഏതായാലും വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടി സമാപിക്കുകയാണ്. TM മമ്മൂട്ടി സാഹിബിൻ്റെ നിരവധി കുടുംബാംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുബേദയുടെയും അതുപോലെ തന്നെ സുനിൽ സാറിൻ്റെയും ഒക്കെ പരിചയക്കാരും ഒക്കെ ഈ പരിപാടിയിലുണ്ട്. അവരൊക്കെ ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. ഓരോ വീട്ടിലും ഓരോ പിന്നെ സുനിൽ മങ്ങാട്ടിടവും അതുപോലെ തന്നെ ഓരോ നാട്ടിലും ഓരോ സുബേദ നാടകത്തും അതുപോലുള്ള ആളുകളും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ കേരളം ജീവിക്കാൻ പറ്റിയ നാടായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി നീ ഇരിക്കുന്നവരെയൊക്കെയും ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തേക്ക് ഇപ്പോൾ ഇല്ലാത്തവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിനെ ഒരിക്കൽ കൂടി പ്രേരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്താൻ തണലിൻ്റെ വനിതാ വിങ്ങിൻ്റെ പ്രതിനിധി വനിതാ വിങ്ങിൻ്റെ ഭാരവാഹി തഹസീന ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. TM മമ്മൂട്ടി സാഹിബ് മെമ്മോറിയൽ തണൽ അവാർഡും അതുപോലെ തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഓഫീസിൻ്റെയും തണൽ പേഷ്യൻ്റ് എയ്ഡ് യൂണിറ്റ് സ്റ്റോറിൻ്റെയും ഉദ്ഘാടനം ഈ ചടങ്ങുകളിലാണ് നമ്മൾ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. ആദ്യമായി ചടങ്ങിന് സ്വാഗതം ആശംസിച്ച
CP അഷ്റഫ് സാഹിബിന് തണലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച PM അബ്ദുൽ നാസർ സാഹിബിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഏറ്റവും മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള ഈ വർഷത്തെ PM മമ്മൂട്ടി സാഹിബ് മെമ്മോറിയൽ തണൽ അവാർഡ് അർഹനായ ശ്രീ സുനിൽ മാങ്ങാട്ടിടത്തിന് തണലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. മുഖ്യ അതിഥിയായി ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജ് ശ്രീ VPM സുരേഷ് ബാബു അവർക്ക് തണലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഓഫീസിൻ്റെയും തണൽ പേഷ്യൻ്റ് എയ്ഡ് യൂണിറ്റ് സ്റ്റോറിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ നിസാമുദ്ദീൻ MP അവർക്കും തണലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. തണലിൻ്റെ പ്രത്യേക അവാർഡ് അർഹയായ 25 വർഷങ്ങളായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രംഗത്ത് സേവനം അനുഷ്ഠിക്കുന്ന സുബൈദ നാലകത്ത് അവർക്കും തണലിൻ്റെ നന്ദി അറിയിക്കുന്നു. അവർക്ക് ഉപഹാരം സമർപ്പിച്ച അഭയ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി AP അജ്മൽ അവർക്ക് തണലിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതോടൊപ്പം വേദി അലങ്കരിച്ച തണൽ ജനറൽ സെക്രട്ടറി അലി സാഹിബ്, CP അഷ്റഫ് സാഹിബ്, യൂസഫ് ഖാൻ എന്നിവർക്കും അതുപോലെ തണൽ വനിതാ വിംഗ് മെമ്പേഴ്സായ ജസ്ലീന, മഫീദ അവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും തണലിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അറിയിക്കുന്നു.